ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമ്മൾ iQOO യൂസർ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഫോൺ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. iQOO 12 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് കുറച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ പറയാം. ഞാൻ ഫോൺ മേടിച്ചിട്ട് ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പം അത് ചെയ്ത് ഫോണിനൊരു പണി കിട്ടി. ഗെയിം കളിക്കാൻ നമുക്ക് ലൈറ്റനിങ് പോലെ ബാക്കിലോട്ട് പോവുകയും അതേപോലെ നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് വരികയും, അതായത് ലൈറ്റിനിങ് പോലെ, അതായത് മിന്നലടിക്കുന്ന പെട്ടെന്ന് നമ്മുടെ ഫോണിൻ്റെ ആ ഒരു മെനു സ്ക്രീനിൽ ആപ്പുകളെല്ലാം നേരം നടക്കുന്നില്ല, അതേപോലെ സ്ക്രീൻഷോട്ട് പോലെ പെട്ടെന്ന് കയറി വരുമായിരുന്നു. അത് അതേപോലെ പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആ കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത് ജസ്റ്റ് കാണാത്തവരുണ്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കംപ്ലയിൻറ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരാൾ പറഞ്ഞ്, വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞ് പുള്ളിയുടെ കയ്യിലും സെയിം ഫോണാണ്, അതിപ്പം പുള്ളിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഫോണിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും, അതേപോലെ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ശരിയാകുന്നു. അതേപോലെ നമ്മൾ അടുത്ത അപ്ഡേറ്റ് ചെയ്ത് ഫോണിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ പോയി. പിന്നെ ഫോണ് ഗെയിം കളിക്കുവാണെങ്കിൽ HDR എക്സ്ട്രീം, അതേപോലെ ഫോൺ ബോക്സ് ഫൂട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് 90 FPS ഈ ഒരു റേറ്റിന് ഈ ഒരു ഫോണിനെ, അതായത് വേൾഡിൽ വേറെ ഫോണില്ല ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം OnePlusൻ്റെ 12 ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെക്കാട്ടി 13,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അതിന് അത്രയും രൂപയും കൂടെ കൂടുതലാണ്. പക്ഷേ അതെന്ന് പറയുമ്പോൾ ഗെയിമിംഗ് ഫോൺ അത്രയല്ല. അതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാനേലും ഇതിനെക്കാട്ടി ഇച്ചിരി കളർ ബിറ്റ് കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിലും അത് കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് അത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്, ഇതും സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ AnTuTu സ്കോർ 20 ലക്ഷത്തിന് കൂടുതലാണ്. അതെന്ന് പറയുമ്പോൾ 16-18 ലക്ഷം AnTuTu സ്കോറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്പോട്ടിൽ നിന്ന് വീഡിയോ എടുക്കും. ഭയങ്കര കാറ്റ്. അപ്പം ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ക്യാമറ സൈഡ് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ക്യാമറ റിവ്യൂവിൻ്റെ വീഡിയോയും ഇതായാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം കാണുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കാണാം. അതേപോലെ സൂമിങ് 100x വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ വൈഡ് ആംഗിൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. iPhoneൻ്റെ 14 കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പം, അതായത് വീഡിയോ മോട്ടോർ വ്ളോഗൊക്കെ ചെയ്യുന്നവർ ഈ ഒരു ഫോണ് എടുക്കുവാണെങ്കിൽ, അതായത് ഹെൽമെറ്റ് ഫോൺ വെച്ച് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ഫോൺ നോക്കണ്ട. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈഡ് ആംഗിൾ, അതായത് വണ്ടിയുടെ ഹാൻഡിലൊക്കെ വെച്ച് ഇങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, അത് അത്ര പോരാ. അപ്പം വൈഡ് ആംഗിൾ നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഐഫോൺ ആയിരിക്കും ബെറ്റർ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ വൈഡ് നല്ല വൈഡാണ്, ഇതിൻ്റെ വൈഡ് അത്ര പോരാ. പിന്നെ പോർട്രേറ്റ് ഫോട്ടോ കാര്യങ്ങൾ, അതേപോലെ നോർമൽ ഫോട്ടോസ് ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പം 16 MB 180p 30 FPS മാത്രമേ ഉള്ളൂ. അതേസമയം ബാക്ക് ക്യാമറയ്ക്കകത്ത് 8K ആൻഡ് 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 4K 30 FPS ആണ്. പിന്നെ iQOO OnePlusൻ്റെ 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അത്രയും പ്രൈസും കൂടുതലാണ്. അത് നോർമലായിട്ടുള്ള ഡിവൈസാണ്, ഗെയിം അത്യാവശ്യം കളിക്കാനേ ഉള്ളൂ. ഇതാണ് ഒന്നുകൂടെ ഗെയിം കളിക്കാൻ AnTuTu സ്കോർ കൂടുതൽ. പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പോരായ്മകളുണ്ട്. അതായത് വയർലെസ് ചാർജർ ഇല്ല, റിവേഴ്സ് വയർലെസ് ചാർജർ കൊടുത്തിട്ടില്ല. അതേപോലെ ഇതിൻ്റെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന 2.1 C ടൈപ്പ് ഇതാണ്. അതേസമയം അത് വരുമ്പം 3.1 ആണ്. അതായത് ഡേറ്റാസ് കാര്യങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഡേറ്റാസ് ഇച്ചിരി 2.1 വെർഷനാണ്. പക്ഷേ അതിനെന്ന് പറയുമ്പം കർവ്ഡ് ഡിസ്പ്ലേ, റിവേഴ്സ് ചാർജർ, ഡിസ്പ്ലേ 2 പോയിൻ്റ് അങ്ങാണ്ട് AMOLED ഡിസ്പ്ലേ ആണ്. അതേസമയം ഇത് 1 പോയിൻ്റ് ബ്രൈറ്റ്നെസ്സും കുറവാണ്. പക്ഷേ ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ എന്നും വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് വ്യൂസ് കാര്യങ്ങൾ സപ്പോർട്ട് തീരെ കുറവാണ്. അപ്പം വീഡിയോ കാണുന്നവരിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സബ് ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ ടെക് വീഡിയോസുകൾ കാര്യങ്ങൾ ചെയ്യുമ്പം 1000 വ്യൂസ് ഉണ്ട്. ഗെയിം കളിക്കുമ്പോഴും ബാക്കി വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തീരെ വ്യൂസ് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും, നമുക്ക് ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യാനെ കൊണ്ട് അത്ര അറിവില്ല. ഒരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മുടെ തലയിൽ എന്നും വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഇങ്ങനെ കണ്ടൻറ്റുകൾ ഇഷ്ടം പോലുണ്ട്. അപ്പം കണ്ടൻറ്റ് ചെയ്യാനെ കൊണ്ട് താല്പര്യമുണ്ട്, പക്ഷേ വീഡിയോ അങ്ങോട്ട് ഇതാവുന്നില്ല. അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല, അതായത് വ്യൂസൊന്നും കയറുന്നില്ല.
അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്ത് സാധാരണ ഏതെങ്കിലും ഇല്ല പൊട്ടൻ മാവിലെറിയെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരുത്തം വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഈ ഫോൺ അൺബോക്സ് ചെയ്യുന്ന ഇട്ടിരുന്നെങ്കിൽ അതിന് നല്ല വ്യൂസ് കയറിയാണ്. അതേസമയം നമുക്ക് 1000 വ്യൂസിന് ഒതുങ്ങി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുതലാളിയും ഒരു ക്രൂരനാണ്. അതായത് ആർക്കും റെക്കമെൻഡ് ആകുന്നില്ല. റെക്കമെൻഡ് ആകാത്തതിൻ്റെ കാരണം നിങ്ങളാരും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഫോണ് പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാരനായിട്ട് ഇത്രയും വിലയുള്ള ഫോൺ മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം യൂട്യൂബ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ വീഡിയോ കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ടും ആഗ്രഹമുള്ളതുകൊണ്ടും വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും വലിയ ഫോൺ മേടിച്ചത്. അപ്പം സാധാരണക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ ഇത്രയും വലിയ ഫോണുകൾ മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 10,000, 30,000, 40,000 റേഞ്ചിൽ നല്ല ഫോണുകൾ കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ഫോണ് അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ നോക്കാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഐഫോണിൻ്റെ 15 Pro Maxാ, സാംസങ്ങിൻ്റെ അതൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്നും നല്ലതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക മെമ്മറീസ് കാര്യങ്ങൾ സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പം ഫാമിലി മെമ്പറിൻ്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ ഇരിക്കുകയാണ്, നമ്മളേത് സമയവും ക്യാമറയും പൊക്കി പിടിച്ച് അതിൻ്റെ അകത്ത് പൂപ്പലും വൈറസും കയറി കൊണ്ട് നടക്കുന്നതിനെക്കാട്ടി ബെറ്റർ അത്യാവശ്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ നല്ലൊരു ഫോൺ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ നല്ലൊരു ഫോൺ മേടിക്കാവുന്നതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇച്ചിരി വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഇങ്ങനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടുമാണ്. അപ്പം വീഡിയോ ഇതൊക്കെ തന്നെ. വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുത്തിയിടാൻ നേരത്ത് 5% 100 ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 35 മിനിറ്റ് 5 to 100 35 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ചാർജർ വരുന്ന 120 വാട്ടാണ്. ഭയങ്കര സ്പീഡ് ചാർജറാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഐക്യൂൻ്റെ ഒരു ഗെയിമിംഗ് ഫോൺ ഇറങ്ങുന്നുണ്ട്, നിയോ 9. അത് നോക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ക്യാമറയ്ക്കകത്ത് വൈഡ് ആംഗിൾ അതേപോലെ പോർട്രേറ്റോ പിന്നെ ഇതിന് വേറെ ക്യാമറയ്ക്കകത്തൊരു ഫീച്ചർ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാക്രോ ഫോട്ടോകൾ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്ത് അത്ര ഇതില്ല, അത് ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് വന്ന കംപ്ലൈൻറ്റ് ഞാൻ വിചാരിച്ച് ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. എനിക്കാണെങ്കിൽ കലിയും കൂടെ എല്ലാം കൂടെ വന്ന് പിന്നെ നമ്മൾ ഇവന്മാരുടെ തന്നെ ആപ്ലിക്കേഷൻ്റെ അകത്തൊരു ഫോണിൽ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കയറി അമ്മരെ വെറുപ്പിക്കുകയൊക്കെ ചെയ്ത് അവസാനം അവർ വെള്ളം കുടിക്കുന്ന ലൈവിനകത്തൊക്കെ ഞാൻ പോയി തെറിയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ അടുത്ത അപ്ഡേറ്റ് വന്ന് കാര്യങ്ങൾ ശരിയായി. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. അപ്പോൾ ശരി, എന്നാൽ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിയാണ്.